പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിഹാസത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ഇപ്പോൾ ദൈവജനത്തിൻ്റെ മേൽ പകരണമേ. അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ മേലും ജെറൂസലം നിവാസികളുടെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ അവർ വിലപിക്കും. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെയും ചൈതന്യത്തെയും പകരണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളും ജീവിതങ്ങളും ഉണർവ് പ്രാപിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവ ചൈതന്യം നിറയട്ടെ. ഓരോ കുടുംബങ്ങൾ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
കർത്താവേ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവകൃപ ലഭിക്കട്ടെ, ഉണർവ് ലഭിക്കട്ടെ, മന്ദത വിട്ടു മാറട്ടെ, ദൈവമക്കൾ ഉണരട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മീയ മടുപ്പ് മാറട്ടെ, എതിർ ചിന്തകൾ സൗഖ്യമാകട്ടെ, വിപരീത ചിന്തകൾ സൗഖ്യമാകട്ടെ, ആത്മീയ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവും. യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കും. കർത്താവ് തൻ്റെ ശക്തമായ വചനം അയച്ച് അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി. ഇതാ ഒന്ന് രണ്ട് പേരുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ കർത്താവിൻ്റെ നാമത്തിലും വചനത്തിലും സൗഖ്യം പ്രാപിച്ചവരാണ്. കൂരാച്ചുണ്ടിൽ നിന്നും അമ്മണി തോംസൺ സാക്ഷ്യപ്പെടുത്തുന്നു. തുമ്മൽ എന്ന അലർജി രോഗത്തിൽ തുടങ്ങി കടുത്ത ആസ്മ രോഗത്തിന് ഞാൻ അടിമയായി 16 വർഷത്തോളം പീഡ സഹിച്ച് അപ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം ഷാലോം ചാനലിലൂടെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നതായി കേട്ടത്. ഉടനെ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് എൻ്റെ രോഗം സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ രോഗത്തിൽ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. 16 വർഷം പഴക്കമുള്ള എൻ്റെ ആസ്മ രോഗം എൻ്റെ യേശു എന്നേക്കുമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അമ്മണി തോംസൻ്റെ 16 വർഷമായുള്ള ആത്മരോഗം യേശുവിൻ്റെ വചനം കേട്ട് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശു സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിടുതലുണ്ട്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷൈനി ജോൺ. മഞ്ചേരിയിൽ നിന്നാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങൾക്ക് 10 വർഷമായി മക്കളില്ലായിരുന്നു. 2006 ജൂൺ മാസത്തിൽ അച്ഛൻ്റെ TV-യിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ടീമിനോട് ചേർന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. എനിക്ക് ഒരു മകൾ ജനിച്ച് എൻ്റെ ദൈവം എൻ്റെ ദുഃഖം എടുത്തു മാറ്റി. 10 വർഷമായി മക്കളില്ലാതിരുന്ന ഈ കുടുംബത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഒരു നിമിഷം ഇപ്പോൾ നിങ്ങൾ രോഗിയാണെങ്കിൽ ആ രോഗാവസ്ഥയിലേക്ക് ദൈവശക്തി ഇറങ്ങാൻ പ്രാർത്ഥിക്കുക. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ സൗഖ്യമില്ലാത്ത മനോവിഷമത്തോടെ ഇരിക്കുന്നവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വെറുപ്പും വൈരാഗ്യത്തോടെ ഇരിക്കുന്നവർ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിന് കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് രോഗപീഡിതമായ ശരീരഭാഗങ്ങളിലേക്ക് കൈകൾ വെച്ച് മകനെ മകളെ വിശ്വാസത്തോടെ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ ഓരോ മക്കളെ കൊണ്ട് ഓരോ മക്കളെ തൊട്ട് സൗഖ്യം നൽകുന്ന അത്ഭുതാനുഭവങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമൂഹങ്ങളിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിഹാസത്തെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. പത്രോസിലേക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ്. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, നിന്ദകർ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മാർഗങ്ങളിലൂടെ നടക്കുന്നവരെ പരിഹസിക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അപ്പോസ്തലനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിരവധി വ്യക്തികളുടെ ഹൃദയത്തിൽ അവർ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിൽ ചെല്ലുമ്പോൾ
ഭവനത്തിലുള്ളവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടി? പ്രാർത്ഥനയെ പുച്ഛിക്കുന്ന, പ്രാർത്ഥനയെ ചവിട്ടി മതിക്കുന്ന പ്രതികരണങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. വീണ്ടും മറ്റു ചിലർ അവരുടെ അനുഭവത്തിൽ പറഞ്ഞ എങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും ദേവാലയ കർമ്മങ്ങൾക്കും വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ചില ആളുകൾ മനം മട്ടിപ്പിക്കുന്ന കമൻറ്റുകൾ അവരെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. കള്ളപ്പുണ്യവാളത്തി പുറപ്പെട്ടു, കള്ളപ്രവാചിക യാത്രയായി, ഇങ്ങനെ ഓരോ തരത്തിലുള്ള മടുപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥനാ രംഗത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഒരുപാട് സ്ഥലങ്ങളിൽ ദുർബലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കുടുംബങ്ങളിൽ തമ്മിൽ ദുർബലപ്പെടുത്തുന്നു, ഇടവകയിൽ തമ്മിൽ ദുർബലപ്പെടുത്തുന്നു, സഭയിൽ തമ്മിൽ ദുർബലപ്പെടുത്തുന്നു. എല്ലാ ജീവിതാന്തസ്സുകളിലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ദുരാത്മപീഡ ഉണ്ടാകാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നവരെയും ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരെയും ആത്മീയതയെയും പരിഹസിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മപീഡ അവസാന നാളുകളിൽ ശക്തിപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലിഖിതങ്ങളിൽ പത്രോസ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ, ആത്മീയ മാർഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ വചനം മനസ്സിലാക്കിയിരിക്കണം. 2 പത്രോസ് 2-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യേ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ ദുഃഖിപ്പിച്ചു, പീഡിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡമോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട്, തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന മാർഗത്തിൽ ഒരു മാനദണ്ഡവും ഇല്ലാതെ ദൈവവചനത്തെ കാറ്റിൽ പറത്തി തോന്നിവാസം ജീവിക്കുന്ന മക്കൾക്ക് ആത്മീയതയെയും ആത്മീയ മാർഗത്തിൽ നടക്കുന്നവരെയും വിലമതിക്കാൻ കഴിയുകയില്ല. അവർ പുച്ഛിക്കും, അവർ പരിഹസിക്കും, അവർ നിന്ദിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ പരിഹാസവും പുച്ഛവും നിന്ദയും ഏൽക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ചെയ്ത് എല്ലാവരുടെയും കയ്യടി ഏറ്റുവാങ്ങുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് പാപം ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച്, മദ്യപാനം ഉപേക്ഷിച്ച്, കള്ളുകൂടി ഉപേക്ഷിച്ച് ദൈവമാർഗത്തിൽ നടന്ന് കുമ്പസാരിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളെ പ്രതി ഉണ്ടാകുന്ന ദൂഷണങ്ങളും ദുഷിവാക്കുകളും എതിർവാക്കുകളും അത് ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കണമെന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം 1 പത്രോസ് 3:17, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. ഹല്ലേലൂയ. ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വിശുദ്ധ ജോസഫാത്ത് അതീവ തീഷ്ണമതിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച് സമ്പന്നമായ ഒരു പശ്ചാത്തലത്തിൽ വളർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ വഴികളും വളരെ ഹൃദ്യമായി. അദ്ദേഹം യേശുക്രിസ്തുവിനെ ആരാധിച്ച് തൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ച് അദ്ദേഹം പൗരോഹിത്യത്തിലേക്കും അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ ഉന്നത പദവികളിലേക്ക് ഉയർന്ന് അദ്ദേഹം ഒരു ബിഷപ്പായി തീർന്നു. ആ കാലഘട്ടത്തിൽ വിശുദ്ധമായി ജീവിച്ച് സഭയുടെ ഐക്യത്തിന് വേണ്ടിയും സഭാ നേതൃത്വത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ജീവിതം ബലിയായി കൊടുത്ത അതിശ്രേഷ്ഠ വിശുദ്ധമായ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ജോസഫാത്ത്. എന്നാൽ പലരും തെറ്റിദ്ധരിച്ച്, പലരും വിപരീതമായി ചിന്തിച്ച്, പല തരത്തിലുള്ള ഗ്രൂപ്പിസങ്ങളുണ്ടായി. അതിൽ അവരുടെ പക്ഷത്ത് ചേരാത്ത ജോസഫാത്തിനെ ഒറ്റപ്പെടുത്തി, ജോസഫാത്തിനെ കുറ്റപ്പെടുത്തി, ജോസഫാത്തിനെ നിന്ദിച്ചു, ജോസഫാത്തിനെ പരിഹസിച്ചു.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോസഫാത്തിനെതിരെ അവർക്ക് പറയാവുന്നതും ചെയ്യാവുന്നതുമായ എല്ലാ എതിരുകളും അവർ ചെയ്ത്. അപ്പോൾ വേദനയോടെ ജോസഫാത്ത് ഒരു ദിവസം ഏറ്റുപറയുന്ന ആ ദൈവജനത്തോട് പറയുന്ന ഒരു വചനം അദ്ദേഹത്തിന് ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിശുദ്ധ ജോസഫാത്ത് തൻ്റെ ജനങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിറ്റബ്സ്കിലെ ജനങ്ങളെ, നിങ്ങൾ എന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്നു. തെരുവീതികളിലും പാലങ്ങളിലും പൊതുനിരത്തുകളിലും ചന്തസ്ഥലങ്ങളിലും നിങ്ങൾ എനിക്ക് കെണിവെക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയനായി നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധമായ ഐക്യത്തിനും വിശുദ്ധ പത്രോസിൻ്റെയും അദ്ദേഹത്തിന് പിൻഗാമിയായ അത്യുന്നതനായ മെത്രാൻ്റെയും പരമാധികാരത്തിന് സാക്ഷ്യമായി മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ്. പരിഹാസത്തിൻ്റെയും എതിരിൻ്റെയും പുച്ഛത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും മായ പിടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അമർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനത്തിൻ്റെ ഇടയനും അജപാലകനുമായ ഒരു ബിഷപ്പിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്ദകരും പരിഹാസകരും ഓരോ തരത്തിലുള്ള ജീവിതാന്തസ്സുകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദനയുടെ നടുവിൽ നിന്ന് ജോസഫാത്ത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളെല്ലാവരും നിന്ദിച്ചാലും, നിങ്ങളെല്ലാവരും എതിര് പറഞ്ഞാലും, ചന്തസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും പാതയോരങ്ങളിലും നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് എനിക്കെതിരായി പറയാമോ അവിടെയൊക്കെ നിങ്ങൾ എന്നെ ദുഷിച്ചാലും എന്നെ പരിഹസിച്ചാലും നിന്ദിച്ചാലും, പത്രോസിൻ്റെ സിംഹാസനത്തോടും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളോടും യേശു ക്രിസ്തുവിൻ്റെ സഭയോടും കൂറുപുലർത്തി വിശുദ്ധ മാർഗത്തിൽ തന്നെ മുന്നേറാൻ അദ്ദേഹം തൻ്റെ നിശ്ചയദാർഢ്യം വെളിപ്പെടുത്തുന്ന രംഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ഈ പ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു പോലും പരിഹസിക്കപ്പെട്ടില്ലേ? യേശു ക്രിസ്തു എത്രയോ നിന്ദിക്കപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് അവർ മാറി മാറി അടിച്ച്, അവർ തുപ്പി, കവിള് താടിമീശകൾ അവർ വലിച്ചു പറിച്ചെടുത്ത് യേശു ക്രിസ്തുവിനെ അത്യന്തം നിഷ്ഠൂരമായി അവർ നിന്ദിച്ച് ഞാങ്ങണ കയ്യിൽ കൊടുത്ത് യൂദന്മാർ രാജാവേ എന്ന് പറഞ്ഞ് പരിഹസിച്ച് എത്രമാത്രം പരിഹാസം ഏൽപ്പിക്കാമോ അത്രമാത്രം പരിഹാസം യേശു ക്രിസ്തുവിൻ്റെ മേലെ ഏൽപ്പിച്ച്. ഹല്ലേലൂയ. ആത്മീയ മാർഗത്തോട് ബന്ധപ്പെട്ട് ദുഷ്ടാരൂപം ഉയർത്തുന്ന വലിയൊരു പീഡയാണ് പരിഹാസം. യേശു ക്രിസ്തു കുരിശ് കിടന്ന് മരിക്കുന്ന സമയത്തും അവസാനത്തെ പീഡ, ആണിയടിച്ചു, ശരീരം മുഴുവൻ കീറിമുറിച്ചു, അവിടുത്തെ ശരീരം ഒരു ഉഴവുചാല് പോലെയാക്കി മാറ്റി, എന്നിട്ടും തീർന്നില്ല. അവസാനത്തെ പീഡ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പടയാളികൾ പരിഹസിച്ച്, വലതുവശത്ത് ഇടതുവശത്ത് കള്ളന്മാർ, പ്രത്യേകിച്ച് ഇടതുവശത്തെ കള്ളൻ യേശുവിനെ പരിഹസിച്ച്, നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കുന്നു, അവൻ ദൂഷ്യവാക്കുകൾ പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എതിർവാക്ക്, ദുഷിവാക്ക്, പരിഹാസവാക്ക്, നിന്ദ, ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേൽ ധാരാളമായി ചൊരിഞ്ഞ് അവൻ പരിഹാസ രാജാവായി എന്നല്ലേ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്തു തന്നെ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഇണങ്ങിയ മനസ്സോടെ ജീവിച്ച ലോത്ത് ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇംഗിതങ്ങൾ ശ്രദ്ധിച്ചും ദൈവത്തിന് പ്രിയങ്കരമായി ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ ലോത്തിൻ്റെ ഭവനത്തിലെത്തിയത്. ദൈവത്തിൻ്റെ ദൂതൻ ലോത്തിനോട് പറഞ്ഞു, ഇതാ ഈ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്, ഈ പട്ടണത്തിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, നിന്നെ വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൊള്ളുക. ലോത്ത് തൻ്റെ മക്കളെ വിവാഹം ചെയ്യാനിരുന്നവരുടെ ഭവനത്തിലേക്ക് ചെന്ന് ആ അധമന്മാരോട് ലോത്ത് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ദൂത്, ദൈവം ഈ പട്ടണം നശിപ്പിക്കും, ഇവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും, അതിനു മുമ്പ് രക്ഷ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക. അപ്പോൾ ലോത്തിനെ അവർ ബഹുമാനിക്കുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ ദൂത് അറിയിക്കാൻ വേണ്ടി വന്ന ലോത്തിനെ അവർ നിന്ദിച്ചു, അവർ ബഹുമാനിച്ചില്ല, അവർ സ്വീകരിച്ചില്ല. ബൈബിളിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? തമാശ പറയുകയാണ്, അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർ കരുതിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ
19 അധ്യായത്തിൽ 14 തിരുലിഖിതം, എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അവർക്ക് ബഹുമാനിക്കാൻ തോന്നിയില്ല, അവർക്ക് അംഗീകരിക്കാൻ തോന്നിയില്ല, അവർ വേണ്ട വില കൊടുത്തില്ല, വില വെക്കാൻ തോന്നിയില്ല അവർക്ക്. വില വെക്കാതെ അവർ തമാശക്കളിയായി അദ്ദേഹത്തെ വിട്ടയച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം ഇടവകകളിലും അനേകം കുടുംബങ്ങളിലും അനേകം സമൂഹങ്ങളിലും ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന, പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരുപാട് ദൈവമക്കൾ ഹൃദയത്തിൽ പേറുന്നൊരു വേദനയുണ്ട്. ദൈവിക മാർഗത്തെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു പരിഹാസങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധി നമുക്ക് എളിമപ്പെടാം. ദൈവത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് തിരിച്ചറിവിനായി നമുക്ക് ആഗ്രഹിക്കാം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തെയും ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ മനുഷ്യരെയും സ്വീകരിക്കാനും അംഗീകരിക്കാനും അവരെ വേണ്ടതുപോലെ സമൂഹത്തിൽ മനസ്സിലാക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടയ്ക്കുന്നു. കർത്താവെ, ഈ നിമിഷങ്ങളിൽ അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവെ, ആത്മീയ രംഗത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പരിഹാസം, നിന്ദ, പുച്ഛം, ഇങ്ങനെയുള്ള ഓരോ തിന്മകളിലേക്ക് ദൈവമക്കളെ വലിച്ചഴയ്ക്കുന്ന എല്ലാ എതിർശക്തികളെയും എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളെയും ഓരോ ഹൃദയങ്ങളിൽ നിന്ന് കഴുകിക്കളയണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആത്മീയ നിന്ദ, ആത്മീയ പുച്ഛം, ആത്മീയ കാര്യങ്ങളെ പരിഹസിക്കുക, ദൈവനിന്ദ, ദൈവത്തെ പുച്ഛിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ രൂപനായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി സഭ മുഴുവൻ്റെയും സകല കുടുംബങ്ങളുടെ മേലും കൃപ വർഷിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരുടെ മേൽ അത്ഭുതകരമായി നിറയട്ടെ. ദൈവമേ, അവിടുന്ന് എല്ലാ ഹൃദയങ്ങളെയും ശക്തിപ്പെടുത്തണമേ. അന്ധകാരത്തിലിരിക്കുന്ന ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. വെറുപ്പും വിദ്വേഷവും അസൂയയും കോപവും ഭിന്നതയും ശത്രുതയും കലഹവും വഞ്ചനയും എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും വിടുവിക്കണമേ കർത്താവേ. അത്ഭുതങ്ങൾ കർത്താവെ അങ്ങയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ഓരോ ഹൃദയങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെറുപ്പും ദേഷ്യവും കോപവും പരിഹാസവും നിന്ദയും പുച്ഛവും എല്ലാം ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള അത്ഭുത ശക്തി ഹൃദയങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവേ. കർത്താവെ, ഓരോരുത്തരുടെയും എല്ലാ തരത്തിലുള്ള വിപരീത അനുഭവങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെ അഭിഷേകം അവിടെ നൽകണമേ കർത്താവെ. ഹൃദയം തകർന്നിരിക്കുന്നവരെ അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ദുർബലരെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. അന്ധകാര പീഡകൾ അനുഭവിക്കുന്നവരെ വിടിപ്പിക്കണമേ കർത്താവെ. ആത്മീയക്കാരെ, ആത്മീയ ശുശ്രൂഷകരെയും ആത്മീയ വഴികളിൽ നടക്കുന്നവരെയും പുച്ഛിക്കാനും പരിഹസിക്കാനും പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. മറ്റുള്ളവരുടെ എതിർപ്പും നിന്ദയും ഭയന്ന് ദൈവിക കാര്യങ്ങളിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയവരെ ഈശോയെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർബലരെ ബലപ്പെടുത്തണമേ. തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുഞ്ഞുമക്കൾ, ബാലികാബാലന്മാർ, യുവതീവാക്കന്മാർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ ഇപ്പോൾ ഉണരട്ടെ കർത്താവേ. പ്രാർത്ഥന, ദൈവ കാര്യങ്ങൾ, ആത്മീയ കൃത്യങ്ങൾ, ദൈവികമായ ദൈവഭക്തിയുടെ വഴികൾ, ദൈവവചന വായന, പ്രാർത്ഥന, ജപമാലകൾ ഇതെല്ലാം അഭിമാനത്തോടെ ചെയ്യാനുള്ള കൃപ എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേ. എല്ലാ സമൂഹങ്ങൾക്കും നൽകണമേ. പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടൻ മേഘ ജോർജ് എന്ന
കുഞ്ഞിൻ്റെ അത്ഭുത സൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ആൾക്കാരിൽ നിൽക്കുന്നത്. മനക്കൊടി, തൃശ്ശൂരുള്ള മനക്കൊടി എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് ഈ ചേട്ടൻ ഈ അത്ഭുതം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഈ ധ്യാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ചേട്ടന് പറയാനുള്ള സൗഖ്യം കത്ത് വഴി എഴുതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനത് വായിച്ച് കേൾപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വന്ദനം. എൻ്റെ 9 വയസ്സായ മകന് നാവിൽ വിണ്ടു കീറുന്ന രോഗമുണ്ടായിരുന്നു. ജൂൺ 8-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. ഞാനും എൻ്റെ മകനും ഈ അസുഖം സൗഖ്യമാക്കി തരണമേ എന്ന് കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ മകൻ്റെ നാവ് ഈശോ സുഖപ്പെടുത്തി. അതുവരെ വേദന കൊണ്ട് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റാതെ ബുദ്ധിമുട്ടിയിരുന്ന എൻ്റെ മകൻ പിറ്റേ ദിവസം മുതൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി സംസാരിക്കാനും തുടങ്ങി. ഹല്ലേലൂയ. നോക്കുക, ഒരു മകൻ്റെ നാവിൽ വിണ്ടു കീറുന്ന രോഗമുണ്ടായിരുന്നു. അത് നിമിത്തം സംസാരിക്കുമ്പോൾ വേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എരിവോ പുളിയോ കഴിക്കാൻ പറ്റില്ല, ചൂടോ തണുപ്പോ കഴിക്കാൻ പറ്റില്ല, നാവ് വിണ്ടു കീറുന്ന അസ്വസ്ഥത. അതുകൊണ്ട് അപ്പൻ്റെ അപ്പനും വല്യപ്പനും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഒന്നിച്ചിരുന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ജൂൺ 8-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഈശോ ആ കുട്ടിയെ സുഖപ്പെടുത്തി. പിറ്റേ ദിവസം മുതൽ ആ കുട്ടിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധം നാവ് വിണ്ടു കീറുന്ന രോഗം പൂർണ്ണമായി ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ആ അത്ഭുത സാക്ഷ്യമാണ് ഈ സഹോദരൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. അതാണ് ഈ കടലാസിൽ എഴുതി അറിയിച്ചിരിക്കുന്നത്. നമ്മളുടെ മകൻ്റെ കുട്ടിക്ക് വയറ്റിലൊരു മുഴ വന്നിട്ട് അത് പല ഡോക്ടർമാരെയും കാട്ടിയിട്ട് രോഗം മനസ്സിലാവാണ്ട് മെട്രോയിൽ കീറി ഓപ്പറേഷൻ കഴിച്ചു. തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിൻ്റെ പേരാണ്. കീറിയിട്ട് നോക്കിയപ്പോൾ അതിൽ ഈ ക്യാൻസറിൻ്റെ അണുക്കളുണ്ടായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരം പോയി ചികിത്സിച്ച് ഭേദമായി. ഇവിടെ വന്ന് അപ്പനും 3 കുട്ടികളും കൂടി വന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. ഇപ്പോൾ സുഖമായിരിക്കുന്നു. പരീക്ഷ എഴുതാൻ പറ്റി. അതായത് ഈ അപ്പൻ്റെ മോൻ്റെ മകൾക്ക്, മേഘ എന്നാണ് പേര്, മകൾക്ക് വയറ്റിൽ മുഴ കീറിയപ്പോൾ ക്യാൻസറിൻ്റെ അണുക്കളും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഓടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്നു. അപ്പനും അമ്മയും കുട്ടി എല്ലാവരും വന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ പ്രേരണ അനുസരിച്ച് തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പരിപൂർണ്ണ സൗഖ്യം കിട്ടാൻ തക്കവണ്ണം ഒരു ഓപ്പറേഷനും മറ്റ് ഉപരി ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണ സുഖമായി ഈ വർഷത്തെ പരീക്ഷകളെ എഴുതി. അതുപോലെ കർത്താവ് ആ കുടുംബത്തിൻ്റെ ദുഃഖം എടുത്തു മാറ്റി സന്തോഷം നൽകി. ഹല്ലേലൂയ.